വീണ്ടും ഒരു നോയമ്പ് കാലത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വലിയ കാലമാണ് നമ്മൾ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. എന്താകാം ഒരു നോയമ്പ് കാലം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുക? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയതയുടെയും അവന്റെ ആഴമേറിയ ബോധ്യങ്ങളുടെയും അടിസ്ഥാനമാകുന്ന ഒരു വലിയ സമയമെന്ന് പറയുക കർത്താവിന്റെ കുരിശുമരണത്തെ ഏറ്റെടുക്കുന്ന ഈ വലിയ നോയമ്പിന്റെ കാലഘട്ടമാണ്. ദൈവം എന്താണ് ഒരു നോയമ്പിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുക? സങ്കീർത്തനങ്ങൾ 150 അതിൽ 39 സങ്കീർത്തനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ 71 തവണ സങ്കീർത്തനങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്, ചെറിയൊരു വാക്ക്. ആ വാക്കിന്റെ പേര് ഇങ്ങനെയാണ്, സേല എന്നാണ് എഴുതിയിരിക്കുക. എന്താണ് സേല? സങ്കീർത്തനം 3 സങ്കീർത്തനം 46 68 ഒക്കെ പലതവണ ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിലും ആ ഒരു അധ്യായത്തിൽ ഈ വാക്ക് വരികയാണ്. ആ വാക്ക് സേല എന്ന് അറിയപ്പെടുമ്പോൾ എന്താണ് അതിൽ നിന്ന് എഴുത്തുകാരൻ വ്യാഖ്യാനിക്കുന്നത്? ആ വാക്കിന്റെ അർത്ഥം പോസ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് പ്രൊസീഡ് ചെയ്യുക. ഈ ഒരു നോയമ്പുകാലം നമുക്കൊരു സേലയാകട്ടെ. അടുത്ത ഒരു കാലഘട്ടത്തിൽ, അടുത്തൊരു ദിവസത്തേക്ക് നമ്മുടെ ജീവിതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, ഈ തിരക്കേറിയ ജീവിതം, ലോകത്തിന്റെ സകല സാധ്യതകൾ കടന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക? ആത്മീയമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ദൈവം നമ്മൾക്ക് നൽകിയ ജീവിതാനുഭവങ്ങളും വിശ്വാസത്തിന്റെ ആഴങ്ങളും വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ ഒരു സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ദൈവമാരെന്നും ദൈവം എന്തിനു കടന്നു വന്നുവെന്നും ദൈവത്തിന്റെ പരസ്യ ജീവിതവും പീഡാനുഭവവും ദൈവത്തിന്റെ കുരിശുമരണവും നമ്മളിൽ മാറ്റിമറിക്കേണ്ട എന്ത് തരത്തിലുള്ള ആത്മീയ സന്ദേശമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. പലപ്പോഴും നോയമ്പുകാലത്തെ നമ്മൾ കഥനങ്ങളുടെയും കണ്ണീരിന്റെയും സങ്കടത്തിന്റെയും വേണമെങ്കിൽ ഒരു പീഡനത്തിന്റെയും ഒരു കാലമായി പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. പട്ടിണിയായി കടന്നു പോകുന്ന, ഉപവാസത്തിനപ്പുറമുള്ള ആത്മീയതയിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുക? ദൈവം നമ്മളെ സന്തോഷിക്കരുതെന്നോ നമ്മുടെ ആത്മാവിൽ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകരുതെന്നോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പിയർ 4:4 പറയുക, സന്തോഷിക്കുവിൻ, ഇടതടവില്ലാതെ എപ്പോഴും സന്തോഷിക്കാൻ പറയുന്ന ദൈവം ഒരു ആത്മീയമായ സന്തോഷം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവം നമ്മളോട് പറയുക, ഒന്ന് പോസ് ചെയ്യുക, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തില് ഒരു വാക്ക് കാണാം. കുരിശുമരണത്തിന് ശേഷം അവന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്നു, പാർശ്വം പിളരുകയാണ്. ആദത്തിന്റെ പാർശ്വം പിളർന്നതുപോലെ, നോഹയുടെ പെട്ടകത്തിന്റെ പാർശ്വം ഒരു വാതിൽ തന്നതുപോലെ യേശുവിന്റെ പാർശ്വം പിളരുമ്പോൾ 2 കാര്യം, ഒന്ന് രക്തവും 2 ജലവും. ഓർക്കുക, ഈ ഒരു നോയമ്പ് കാലത്തിൽ ദൈവം നമുക്ക് തരുന്ന ഈ ഒരു രക്തം നമ്മുടെ പാപങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തി അവ മുഴുവൻ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് പാപ സാഹചര്യങ്ങളും പാപത്തിന്റെയും പ്രലോഭനത്തിന്റെയും സാധ്യതകളുടെ നടുവിലേക്ക് ഇറങ്ങി യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകുക. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ ജലത്താൽ
നമ്മളെ ഒന്ന് വിശുദ്ധീകരിക്കുക. ഇത് രണ്ടും ഈ നോയമ്പ് കാലത്ത് അനുഗ്രഹമാകട്ടെ. അപ്പോൾ ഓർക്കുക, സേല, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, പിന്നീട് പ്രൊസീഡ് ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തട്ടെ. ഈ നോയമ്പ് കാലം അനുഗ്രഹമാകട്ടെ. ആമേൻ.